തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്ത അധ്യാപകൻ മഹേഷിന്റെ മരണത്തിൽ പോലീസ് നടപടിയിൽ തൃപ്തിയില്ലെന്ന് കുടുംബം. മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നാണ് മഹേഷിന്റെ സഹോദരി പറഞ്ഞത്. നാളെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. ഇനിയിപ്പം ഞാൻ എന്തായാലും കമ്മീഷൻ ഓഫീസിലും കൊണ്ടുവന്ന് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ വാർഡ് മെമ്പർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും നാളെയായിട്ട് ഇത്തിരി സ്ലോയിൽ നിൽക്കുന്നത്. വാർഡ് മെമ്പർ ഇപ്പം ഇവിടെ കോഴിക്കോട് വരെ പോയിരിക്കുകയാണ്. അപ്പം നാളെ വൈകിട്ട് എത്തും. പുള്ളിക്കാരി വന്നോടനെ പുള്ളിക്കാരിയും കൊണ്ട് തന്നെ കമ്മീഷൻ ഓഫീസിലും പോകും, നേരിട്ട് മുഖ്യമന്ത്രിക്കും കൊടുക്കും. സ്റ്റേഷനിൽ ചെല്ലുമ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, മൊഴി എടുക്കുന്നുണ്ടെന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ റിപ്പോർട്ട് തന്നപ്പോൾ പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ട് എനിക്കത്ര തൃപ്തികരമല്ല. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, നേരത്തെ തന്നെ ഈ പോലീസിന് ഈ കാര്യത്തിൽ വലിയ താല്പര്യമില്ല എന്ന ഒരു സംശയം കുടുംബത്തിനുണ്ടായിരുന്നു. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവുകളും ചതവുകളും അടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിട്ടും ഇതൊന്നും കാര്യമായ പ്രശ്നങ്ങളല്ല എന്നാണ് പോലീസുകാർ ഈ അമ്മയോടും സഹോദരിയോടും ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ നൃത്താധ്യാപകനായ മഹേഷിന്റെ മരണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു വീഴ്ച വരുന്നുണ്ട് എന്നാണോ നമ്മൾ സംശയിക്കേണ്ടത്? ആ നിലയ്ക്കാണോ ഇവരുടെ ആരോപണം? മുഖ്യമന്ത്രിയെ കാണാനും പരാതി കൊടുക്കാനും ഒക്കെ ഇവർ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജിക്ക് അത്തരമൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് മഹേഷ് മരിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം മ്യൂസിയം പോലീസിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ഇവരുടെ മൊഴി എടുത്തിരുന്നു, മൊഴി കേട്ടിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രിയിൽ 2 ദിവസം തുടർച്ചയായി അക്രമം നേരിട്ട വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് ഇവരുടെ പരാതി മൊഴിയായി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയും അതിൽ ഈ 20-ലധികം ക്ഷതങ്ങളും മുറിവുകളും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. അത് ഈ സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഇക്കാര്യം ഉന്നയിച്ച് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇവർ പരാതി നൽകും. നമുക്കറിയാവുന്നതാണ് ഇവരുടെ കുടുംബം ഒരു സാധാരണ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് പോയി പരാതി നൽകാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. കാരണം ചേച്ചി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ്, അമ്മയും അച്ഛനും നല്ല പ്രായമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പറുടെ ഒരു സാന്നിധ്യത്തിൽ നാളെ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകാനാണ് തീരുമാനം. അതേസമയം പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തിയെന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെത്തി ചികിത്സിച്ച ഡോക്ടറുടെയും അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ രാസപരിശോധനാ ഫലം ലഭിച്ച ശേഷം തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. ജിക്കെ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.